കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അജിത് ഡോവൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ ഓരോ രാജ്യസ്നേഹിയും അഭിമാന പുളകിതനാക്കുന്ന വിവരങ്ങളാണ്. ഡീക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ, അജിത് ഡോവൽ പറഞ്ഞ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ. ഇത് ഇന്നുവരെ രാജ്യം കേൾക്കാത്ത സത്യങ്ങളാണ്. ഡിസ്കവറി ചാനലിലൂടെയാണ് അദ്ദേഹം ഇത്തരമൊരു അഭിമുഖം നൽകിയത്. ഡീക്ലാസിഫൈഡ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഡോക്യുമെന്ററി പരമ്പര സ്വാതന്ത്ര്യദിനത്തിൽ രാത്രി 9 മണി മുതൽ 11 മണി വരെ ഡിസ്കവറി ചാനലിലും തുടർന്ന് ഡിസ്കവറി പ്ലസ് OTT പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യും. എന്തായാലും ഈ ഇന്റർവ്യൂവിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യസ്നേഹത്തെ ഒന്നുകൂടി, ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്, 80ാം സ്വാതന്ത്ര്യദിനമാണ്. ഈ 80ാം സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ദേശസ്നേഹത്തിനെയൊക്കെ ഒന്നുകൂടി ചൂട് പിടിപ്പിക്കുന്ന, നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് അജിത് ഡോവൽ അദ്ദേഹത്തിന്റെ ആ അഭിമുഖത്തിൽ നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു വിശദമായ വിവരണം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നൽകിയിരിക്കുകയാണ് മുൻ സൈനികൻ കൂടിയായ ഭാസ്കരൻ നായർ അജയൻ. ഈ പോസ്റ്റ് വായിക്കുന്നതിന് മുമ്പ് ശ്രീ ഭാസ്കരൻ നായർ അജയന് കർമ്മ ന്യൂസിന്റെ വക സ്വാതന്ത്ര്യദിന ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. എന്തായാലും ആ പോസ്റ്റ് വായിക്കാം. പഹൽഗാം ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധ സേന, കരസേന, വ്യോമസേന, നാവികസേന നടത്തിയ 88 മണിക്കൂർ നീണ്ട ശക്തമായ സൈനിക നീക്കത്തിന്റെ ആസൂത്രണവും നിർവഹണവുമാണ് ഈ ഇന്റർവ്യൂവിൽ ദൃശ്യവൽക്കരിക്കുന്നത്. ഈ ഡോക്യുമെന്ററിയുടെ പ്രത്യേകതകൾ, അഭിമുഖങ്ങൾ, അതായത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മുൻനിര സൈനിക നേതൃത്വങ്ങൾ, പ്രതിരോധ വിദഗ്ധർ, സൈനികർ, ഇവരുടെ അനുഭവങ്ങൾ, ഇവരുടെ വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം ഈ ഡോക്യുമെന്ററിയിലുണ്ട്. അതിർത്തിക്കപ്പുറമുള്ള ഭീകരവാദ കേന്ദ്രങ്ങളായ മുരുദ്കെ, ബഹാവൽപൂർ തുടങ്ങിയ ഇടങ്ങളിലെ ഭീകര താവളങ്ങൾ തകർത്ത സൈനിക തന്ത്രങ്ങൾ ആദ്യമായി ഇതിലൂടെ പുറത്തുവിടുകയാണ്. എയർപോർട്ടിലെ ആ രാത്രി യോഗത്തിൽ എന്ത് സംഭവിച്ചു? നരേന്ദ്രമോദി സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയത് പുലർച്ചെ 3 മണിക്കാണ്. പ്രോട്ടോകോളൊക്കെ തെറ്റിച്ച് നേരെ എയർപോർട്ടിലെ സുരക്ഷാ മുറിയിൽ NSA, അജിത് ഡോവൽ, CDS, റോ മേധാവി, IB മേധാവി ഇവരൊക്കെ കാത്തു നിൽക്കുകയാണ്. മോദി ചോദിച്ചത് ഒന്ന് മാത്രം: ആരാണ് അത് ചെയ്തത്? ആരാണ് അതിന് ഉത്തരവാദി? ഡോവൽ പറയുന്നു, ആ ചോദ്യത്തിൽ പ്രതികാരത്തിന്റെ തീയുണ്ടായിരുന്നു. ഡോവൽ വെളിപ്പെടുത്തിയ രഹസ്യ പോയിന്റുകൾ 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചറിഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ ലഷ്കറിന്റെ മുരുദ്കെ മോഡ്യൂളും പാക് ISIയുടെ ഹാൻഡലർമാരുമാണ് എന്ന് റോ, IB, NTRO സംയുക്തമായി 24 മണിക്കൂറിനുള്ളിൽ തെളിവ് സഹിതം സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രിയുടെ 3 വാക്ക്: ഉത്തരവ്, നിയന്ത്രണങ്ങളില്ല, വിട്ടുവീഴ്ചയുമില്ല. നോ ലിമിറ്റ്സ്, നോ മേഴ്സി. ഭീകര ക്യാമ്പുകൾ മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്നവരും ഇനി സുരക്ഷിതരല്ല എന്നായിരുന്നു സന്ദേശം. 9 ലക്ഷ്യങ്ങൾ, 23 മിനിറ്റ്. ബഹാവൽപൂർ, മുരുദ്കെ ഉൾപ്പെടെ 9 ഭീകര കേന്ദ്രങ്ങൾ. ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രം, ശത്രുവിനെ തിരിച്ചടിക്കാൻ പോലും സമയം കൊടുക്കാതെ 23 മിനിറ്റിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കി. ലൈവ് മോണിറ്ററിംഗ്. പ്രധാനമന്ത്രിയും NSAയും മുഴുവൻ ഓപ്പറേഷനും വാർ റൂമിൽ തത്സമയം വീക്ഷിച്ചു. ഓരോ മിസൈലും ലക്ഷ്യത്തിൽ പതിക്കുന്നതുവരെ. പുതിയ ഇന്ത്യയുടെ ഡോക്ട്രിൻ: ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കും. ഇതാണ് ഓപ്പറേഷൻ സിന്ദൂർ ഡോക്ട്രിൻ. ഇത് വെറും സിനിമയല്ല, ഇത് ചരിത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ വരണം. നമ്മുടെ മക്കൾ അറിയണം ഈ രാജ്യത്തെ തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്ന്, നമ്മുടെ സൈനികരുടെ ചോരയുടെ വില എന്ത് എന്ന്. ഭാരത് മാതാ കി ജയ്. ഭാരതത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ഭാരതത്തിന്റെ അതിർത്തി കാക്കുന്ന, നമ്മളെ സമാധാനമായി രാവുകളിൽ നമ്മുടെ വീടുകളിൽ അന്തി ഉറങ്ങാൻ അനുവദിക്കുന്ന ഓരോ സൈനികനും സ്വാതന്ത്ര്യ ദിനാശംസകൾ. അവരും സുരക്ഷിതരായിരിക്കട്ടെ, ഒപ്പം രാജ്യവും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.